ഹായ്, നിങ്ങൾ ഒരു സ്മാർട്ട് ആയിട്ടുള്ള നല്ല ഇന്റലിജന്റ് ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിവില്ല. എന്തൊക്കെയാണ് ഒരു ഇന്റലിജന്റ് ആൻഡ് സ്മാർട്ട് ആയിട്ടുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങളെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇന്റലിജൻസ് പല തരത്തിലുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് സ്കില്ല്, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് ഒരു വ്യക്തി ഇന്റലിജന്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? നമ്മൾ ഈ ലോകത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പല തരത്തിലുള്ള പല മേഖലകളിലുള്ള വ്യക്തികളുണ്ട്, അല്ലേ? സയന്റിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ സാഹിത്യ മേഖലയിലാണെങ്കിൽ ഷേക്സ്പിയറിനെ പോലുള്ള വ്യക്തികൾ. ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് പല തരത്തിലാണ്. പക്ഷെ ഇവർക്കൊക്കെ കോമൺ ആയിട്ട് ക്വാളിറ്റീസ് ഉണ്ട്. ഇവരെല്ലാം ഇന്റലിജന്റ് ആണ്, അവരുടേതായ മേഖലകളിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ ഈ ഇന്റലിജന്റ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള വ്യക്തികളുടെ കോമൺ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈലി അഡാപ്റ്റബിൾ. നിങ്ങൾ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെന്റുമായിട്ട് ഇണങ്ങിച്ചേരാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങളുടെ ബിഹേവിയർ വേണമെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ഒന്ന് മാറ്റി ആ ഒരു സിറ്റുവേഷനോട് അനുരൂപരാകുന്ന രീതിയിൽ, അല്ലെ, അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു സവിശേഷ സ്വഭാവം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് കഴിവുള്ള വ്യക്തിയായിരിക്കും സ്മാർട്ട് ആയിട്ടുള്ള അല്ലെ ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഒരു കാര്യം അറിയത്തില്ല എങ്കിൽ അത് അറിയില്ല എന്ന്, എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ്. അല്ലെങ്കിൽ നമുക്കൊരു വിഷയം അല്ലെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ആരും എല്ലാ കാര്യത്തിലും അറിവുള്ളവരല്ല, അല്ലെ? അപ്പൊ അറിവില്ലായ്മ അംഗീകരിക്കാനും ഏത് കാര്യത്തെക്കുറിച്ചാണ് അറിവില്ലാത്തത് അത് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനുമായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായെങ്കിൽ നിങ്ങൾ ഇന്റലിജന്റുമാണ്, അതോടൊപ്പം സ്മാർട്ടുമാണ്. ക്യൂരിയോസിറ്റി. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല, എനിക്കാകെയുള്ളത് ക്യൂരിയോസിറ്റിയാണ്. അതെ, നമുക്കും വേണ്ടത് ഇത് തന്നെയാണ്, ക്യൂരിയോസിറ്റി. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു ജിജ്ഞാസ നമുക്കുണ്ടായെങ്കിൽ നമ്മൾ ഇന്റലിജന്റ് സ്മാർട്ടുമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കൺസെപ്റ്റിനെ കുറിച്ച് അല്ലെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു പ്രസന്റേഷൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് കേട്ട് വെറുതെ അങ്ങ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്ത് വിടാം. അതല്ല, അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പോയിന്റുകൾ നിങ്ങൾ എഴുതിയെടുക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടെയൊക്കെ ചിന്തിച്ചോ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ആ ഒരു പ്രസന്റേഷനിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ക്യൂരിയോസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്, അതോടൊപ്പം നിങ്ങൾ ഇന്റലിജന്റുമാണ്. സ്മാർട്ട്. നിങ്ങൾ ചോദിക്കാനുള്ള കഴിവ്. സ്മാർട്ട് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ ചില വ്യക്തികളുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത അല്ലെ ആ ഒരു കൺസെപ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയല്ല, ആ സന്ദർഭത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ പറയുന്ന കാര്യത്തിനനുസരിച്ച് ശരിയായ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ സ്മാർട്ട് ആയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ തിങ്കിങ്ങിനെ, നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ ചലഞ്ച് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ കേൾക്കുന്ന ആ കൺസെപ്റ്റിൽ ചിലപ്പോൾ അതൊരു പ്രോബ്ലം ആയിരിക്കാം, അതിന് ആ ഒരു പഴയ പ്രോബ്ലം അല്ലെങ്കിൽ ഒരേ രീതിയിൽ പോകുന്ന ആ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ സൊല്യൂഷൻസ് കണ്ടെത്താൻ നിങ്ങളുടെ ഈ ചോദ്യം നിങ്ങളെ പലപ്പോഴും സഹായിക്കും. ഓപ്പൺ മൈൻഡ്. എന്തെങ്കിലുമൊക്കെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്കൊരു താല്പര്യമുണ്ട്. അതോടൊപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നവരെ നമ്മൾ ബഹുമാനിച്ച് അവർ പറയുന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കേൾക്കാനായിട്ടുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളൊക്കെ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ എൻ്റെ മേഖലയുമായിട്ട് റിലേറ്റ് ചെയ്തല്ല എന്നുള്ള ഒരു മനോഭാവമാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് പുതിയ പുതിയ അറിവുകൾ നേടാൻ അല്ലെ പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാനൊക്കെ ആയിട്ട് അതൊരു ബാരിയർ അല്ലെങ്കിൽ തടസ്സമായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ കൺസെപ്റ്റ് കേൾക്കുമ്പോൾ നമുക്കതൊക്കെ കൂടുതൽ അറിവ് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ അത് നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുണ്ടെങ്കിൽ, ഒരു സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്റലിജന്റും സ്മാർട്ടുമാണ്. ആ ഒരു സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മളുടെ ഇമോഷൻസ്, നമ്മൾക്ക് എപ്പോഴാണ് നമ്മൾ ആകെ നിരാശയാകുന്നത്, അല്ലെങ്കിൽ എപ്പോൾ ദേഷ്യം വരും, എന്തൊക്കെ കേട്ടാലാണ് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്, ഇങ്ങനെ നമ്മളെക്കുറിച്ചും നമ്മളുടെ ഇമോഷൻസിനെ കുറിച്ച്, നമ്മളുടെ
വീക്ക്നെസ്സിനെ കുറിച്ച്, സ്ട്രെങ്ത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ലക്ഷ്യങ്ങളെ കുറിച്ച്, ഇങ്ങനെ നമ്മളെക്കുറിച്ച് നല്ല ഒരു ധാരണ നമുക്കുണ്ടായെങ്കിൽ നമ്മൾ ഇന്റലിജന്റുമാണ്, സ്മാർട്ടാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കുറിച്ചും അവരുടെ ഒരു ഇമോഷൻസ്, അതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ ആ വ്യക്തിയോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെയും നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഇന്റലിജന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അക്കാഡമിക് പെർഫോമൻസ്, നമുക്ക് കുറേയേറെ മാർക്ക് വാങ്ങിച്ചു കൂട്ടുന്ന ഒരു കാര്യത്തിൽ മാത്രമല്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണുള്ളത് അല്ലെ. ചിലർക്ക് പാട്ടില്, അല്ലെ ചിലർക്ക് ഡാൻസ്, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവ്, ഇതൊക്കെയും പല തരത്തിലുള്ള ഇന്റലിജൻസിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഏത് തരത്തിലുള്ള കഴിവാണുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഈ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള, അല്ലെ ആ ഒരു ഏരിയയിൽ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ, കൂടുതൽ എക്സ്പോഷർ കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സ്മാർട്ട് ആവും, കൂടുതൽ ഇന്റലിജന്റ് ആയിട്ട് മാറുകയും ചെയ്യും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.